ശ്രീനാരായണീയരെ, നമ്മുടെ നാണു രോഗബാധിതനായിട്ടാണ് വയൽവാരത്ത് മടങ്ങിയെത്തിയത്. അപ്പോൾ തന്നെ മാതാവിനത് സഹിക്കാൻ തന്നെ കഴിയുന്നില്ല. കുട്ടിയമ്മ വീണ്ടും ദുഃഖിതയായി. പിതാവ് അതിദുഃഖിതൻ. എല്ലാവരെയും കൃഷ്ണവൈദ്യൻ തന്നെ സമാധാനിപ്പിച്ചു. അമ്മാവൻ്റെ തുടർന്നുള്ള ചികിത്സയിൽ നാണുവിൻ്റെ രോഗം വേഗം ശമനമുണ്ടായി. അതോടെ നാണു വീണ്ടും ദേശസഞ്ചാരത്തിനിറങ്ങി. കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ്റെ ശിഷ്യനായി ഉപരിപഠനം നടത്തി വന്ന നാണുവിനെ ഇനി പഴയതുപോലെ ദേശസഞ്ചാരിയായി ചുറ്റിക്കറങ്ങാൻ വിടാതെ ഒരു കളരി തുടങ്ങി അധ്യാപനം നടത്തുവാനും അതിൻ്റെ ചുമതല നന്നായിട്ട് അവനെ ഏൽപ്പിക്കണമെന്നും വീട്ടുകാർ ഓർത്തു. അതിൻ്റെ ഭാഗമായിട്ട് വയൽവാരം വീടിൻ്റെ കിഴക്ക് ഭാഗത്തായി ഓല കൊണ്ടൊരു കുടിപ്പള്ളിക്കുടമൊക്കെ കെട്ടിയുണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ ചുമതലയെല്ലാം നാണുവിനെ ഏർപ്പെടുത്തി. കുട്ടികളെ നല്ല രീതിയിൽ പഠിക്കാനും നല്ല അച്ചടക്കത്തിനായി അവരോട് വലിയൊരു കർക്കശ രീതിയൊന്നുമില്ലാതെ വളരെ സ്നേഹത്തോടുകൂടി നാണു കുട്ടികളുടെ ആശാനായി മാറി. ഫീസോ ഒന്നും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെ അതൊന്നും മേടിക്കാതെ തന്നെ അദ്ദേഹം പഠിപ്പിച്ചു. എല്ലാ കുട്ടികളോടും നാണുവാശാന് ഒരേ വാത്സല്യമാണ്. ഭാഷയേക്കാൾ സ്നേഹമാണ് അവിടെ പൂത്തു ഉലഞ്ഞത്. പഠനം വളരെ ഒരു സൗഹൃദ അന്തരീക്ഷം. അധ്യാപനത്തെ ഒരു ധാർമ്മിക വൃത്തിയായിട്ടല്ലാതെ ഒരു പൈസ കിട്ടുന്ന ഉപാധിയായിട്ടൊന്നും ആശാൻ കണ്ടില്ല. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തു. മറ്റു ദേശത്തു നിന്ന് പോലും ഈ കുട്ടികളുടെ അച്ചടക്കവും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അച്ചടക്കമൊക്കെ കണ്ട് കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് വരുവാൻ തുടങ്ങി. നാണുവാശാൻ്റെ കളരിയിലോ ജാതിഭേദ മത വർഗം ഒന്നുമില്ലാതെ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ തന്നെ നിലകൊണ്ടു. വെളിയിൽ നിന്ന് വന്നവരൊക്കെ നാണുവാശാനെ കണ്ട് വന്ദിച്ചു. അങ്ങനെ മറ്റു നാട്ടുകളിലും ഇതുപോലെ ഒരു കളരി തുടങ്ങണമെന്നും അവർക്കൂടെ വിദ്യ പകർന്നു നൽകണമെന്നും വരുന്നവരൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരുടെയും അപേക്ഷകൾ കൈക്കൊണ്ട് നാണുവാശാൻ അഞ്ചുതെങ്ങിലും കടക്കാവൂരിലും മീരങ്കടവിനടുത്തും ഒക്കെ ഓരോ കളരികൾ സ്ഥാപിച്ച് അവിടെയെല്ലാം കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ നല്ല പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ശീലത്തിലും ശുദ്ധിയും ഗുണവും ഒക്കെയുള്ള കുട്ടികളായി നാണുവാശാൻ്റെ കുട്ടികൾ വളർന്നു വന്നു. അങ്ങനെ ദേശവും ദേശാന്തരവും എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.